ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ പ്രതി ചേർത്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. അറസ്റ്റ് നിയമവിരുദ്ധമെന്നാരോപിച്ചാണ് പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി. മതിയായ കാരണങ്ങളില്ലാതെയുള്ള അറസ്റ്റ് റദ്ദാക്കി തന്നെ മോചിപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. SIT സ്ഥാപനത്തിൽ നിന്നും കണ്ടെത്തിയ 109.234 ഗ്രാം സ്വർണം സ്വമേധയാ കൈമാറിയതാണെന്നും 6 തവണ അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടെന്നും പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിലുണ്ട്. എന്നാൽ കേസിലെ പ്രധാന പ്രതിയായ പങ്കജ് ഭണ്ഡാരിക്ക് ജാമ്യം നൽകരുതെന്നാണ് SIT നിലപാട്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്നെ പ്രതി ചേർത്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്നാണ് വിധി പറയുന്നത്. അറസ്റ്റ് നിയമവിരുദ്ധമെന്നാരോപിച്ചാണ് പങ്കജ് ഭണ്ഡാരി ഹർജി നൽകിയിരിക്കുന്നത്. മതിയായ കാരണങ്ങളില്ലാതെയുള്ള അറസ്റ്റ് റദ്ദാക്കി തന്നെ മോചിപ്പിക്കണമെന്നുമൊക്കെയാണ് ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. SIT സ്ഥാപനത്തിൽ നിന്നും കണ്ടെത്തിയ സ്വർണം സ്വമേധയാ കൈമാറിയതാണെന്നും 6 തവണ അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടെന്നും പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ കേസിലെ പ്രധാന പ്രതിയായ പങ്കജ് ഭണ്ഡാരിക്ക് ജാമ്യം നൽകരുത് എന്നാണ് SITയുടെ നിലപാട്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതി ചേർത്ത FIR റദ്ദാക്കണമെന്നാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ഈ ഒരു ഹർജിയിൽ ഇന്നാണ് ഹൈക്കോടതി വിധി പറയുക. അറസ്റ്റ് നിയമവിരുദ്ധമെന്നൊക്കെയാണ് പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി പറയുന്നത്. മതിയായ കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് അറസ്റ്റ് റദ്ദാക്കി തന്നെ മോചിപ്പിക്കണമെന്നുമൊക്കെ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. SIT സ്ഥാപനത്തിൽ നിന്നും കണ്ടെത്തിയ സ്വർണം സ്വമേധയാ കൈമാറിയതാണെന്നും 6 തവണ അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട് എന്നും പങ്കജ് ഭണ്ഡാരി തന്റെ ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ കേസിലെ പ്രധാന പ്രതിയായ പങ്കജ് ഭണ്ഡാരിക്ക് ജാമ്യം നൽകരുതെന്നാണ് SITയുടെ നിലപാട്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ FIR തന്നെ പ്രതി ചേർത്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജിയിൽ ഇന്നാണ് ഹൈക്കോടതി വിധി പറയുക. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. വരുമാനത്തിലും വരവ് ചെലവ് കണക്കിലും അവ്യക്തതകളെന്ന ഓഡിറ്റ് റിപ്പോർട്ടിന് പിന്നാലെ സ്പോൺസർമാരിൽ നിന്നും കിട്ടേണ്ട പണം നേടിയെടുക്കാൻ ശ്രമം തുടങ്ങി സർക്കാർ. ഊരാളുങ്കൽ അടക്കമുള്ള സ്ഥാപനങ്ങളോട് തുകയിൽ ഇളവ് നൽകാനും ആവശ്യപ്പെടും. പമ്പാതീരത്ത് പന്തലൊരുക്കിയതിലും അതിഥികൾക്കും മറ്റും താമസം ഒരുക്കിയ ഇനത്തിലുമായി വലിയ തുകയാണ് നൽകാനുള്ളതെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പണം കണ്ടെത്താനാണ് നീക്കം. 17-ാം തീയതി ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ പണം സമാഹരിക്കാനും നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനുമുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധിക്ക് മുമ്പായി സാമ്പത്തിക ഇടപാടുകൾ തീർക്കാനാണ് നീക്കം. ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് വലിയ വിവാദമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വരുമാനത്തിലും വരവ് ചെലവ് കണക്കുകളിലും അവ്യക്തതകളെന്ന രീതിയിൽ ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതിന് പിന്നാലെ സ്പോൺസർമാരിൽ നിന്നും കിട്ടേണ്ട പണം നേടിയെടുക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. ഊരാളുങ്കൽ അടക്കമുള്ള സ്ഥാപനങ്ങളോട് തുകയിൽ ഇളവ് നൽകാനും ഒക്കെ ആവശ്യപ്പെടും. പമ്പാതീരത്ത് പന്തലൊരുക്കിയതിലും അതിഥികൾക്കും മറ്റും താമസം ഒരുക്കിയ ഇനത്തിലുമായി വലിയ തുകയാണ് നൽകാനുള്ളതെന്ന്
ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഈ പണം ഇപ്പോൾ കണ്ടെത്താനൊക്കെയാണ് നീക്കം. 17-ാം തീയതി ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിലെ പണം സമാഹരിക്കാനും നിലവിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാനുമുള്ള തീരുമാനങ്ങളും ഉടൻ തന്നെ ഉണ്ടാവും. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധിക്ക് മുൻപായി സാമ്പത്തിക ഇടപാടുകൾ തീർക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഓഡിറ്റ് റിപ്പോർട്ടിന് പിന്നാലെ സ്പോൺസർമാരിൽ നിന്ന് കിട്ടേണ്ട പണം നേടിയെടുക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ് സർക്കാർ. ഊരാളുകളടക്കമുള്ള സ്ഥാപനങ്ങളോട് തുകയിൽ ഇളവ് നൽകാനും ഒക്കെ ആവശ്യപ്പെടും. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കിട്ടേണ്ട പണം എല്ലാം നേടിയെടുക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഊരാളുകളടക്കമുള്ള സ്ഥാപനങ്ങളോട് തുകയിൽ ഇളവ് നൽകാനും ഒക്കെ ആവശ്യപ്പെടും. പമ്പാതീരത്ത് പന്തലൊരുക്കിയതിലും അതിഥികൾക്കും മറ്റും താമസമൊരുക്കിയതിനുമായി വലിയ തുകയാണ് നൽകാനുള്ളതെന്ന് ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പണം കണ്ടെത്താനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നീക്കം. 17-ാം തീയതി ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ പണം സമാഹരിക്കാനും ഇപ്പോഴുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാനുമുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധിക്ക് മുൻപായി സാമ്പത്തിക ഇടപാടുകളൊക്കെ തീർക്കാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നീക്കം.